ലോക സർക്കാർ ഉച്ചകോടി ഇന്ന് ദുബായിൽ നടക്കുകയാണ്. ഭാവി ഗവൺമെൻറ്റുകളെ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിന്മേലാണ് പരിപാടി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ചലച്ചിത്ര താരം ഷാരൂഖ് ഖാൻ തുടങ്ങി പല ആളുകളും ഈ പരിപാടിയിൽ വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്നുണ്ട്. അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ആദ്യം മഴയെക്കുറിച്ച് പറയൂ. അബുദാബിയിലൊക്കെ റോഡിൽ നടക്കാൻ പറ്റാത്തതിൽ വെള്ളമായി എന്നൊക്കെ വാർത്തകൾ പറഞ്ഞ് നമ്മുടെ യൂട്യൂബിലൊക്കെ കമൻറ്റുകൾ വരുന്നു. തീർച്ചയായും അതിശക്തമായ മഴ തന്നെയാണ് ദുബായ് ഉൾപ്പെടെയുള്ള യുഎഇ മുഴുവൻ ലഭിക്കുന്നത്. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച മഴ അർദ്ധരാത്രിയോടുകൂടി ശക്തമാവുകയായിരുന്നു. ഇടിയും ശക്തമായ കാറ്റോടും കൂടിയ മഴയാണ് ഇവിടങ്ങളിലെല്ലാം ലഭിക്കുന്നത് എന്നതാണ് പറയാനുള്ളത്. അലയനിൽ ശക്തമായ ആലിപ്പഴ വർഷവും ഇന്നലെ രാത്രി ഉണ്ടായി. ഇവിടെ നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴയെ തുടർന്ന് ഷാർജയിൽ പാർക്കുകളെല്ലാം തന്നെ താൽക്കാലികമായി അടച്ച അവസ്ഥയിലാണ്. റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും എല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ഇന്ന് രാജ്യത്തെ പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്ന് മാനവ വിഭവശേഷി വികസന മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ ക്ലാസുകൾ ഓൺലൈനായി നടത്തണമെന്ന് വിദ്യാഭ്യാസ റെഗുലേറ്ററായ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും നാളെയും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് അറിയിക്കുന്നത്. പൊതുജനങ്ങളോട് പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. വാതിൽ കുളിക്കുന്നതിനും അതോടൊപ്പം തന്നെ വാഹനങ്ങളുമായി വാതിലുകൾക്ക് സമീപം പോകുന്നതും എല്ലാം നിരോധിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുമാണ് അധികൃതർ എന്തായാലും ഇപ്പോൾ അറിയിക്കുന്നത്. ശക്തമായ മഴ തുടരുകയാണ്. ഇനി അരുൺ, നമുക്ക് മറ്റേ കാര്യം, ലോക സർക്കാർ ഉച്ചകോടി ദുബായ് നടക്കുന്ന കാര്യം, പ്രധാനമന്ത്രിയൊക്കെ വരുന്നുണ്ടല്ലോ, വിവരങ്ങൾ പറയൂ. തീർച്ചയായും ഭാവി സർക്കാരുകളെ രൂപപ്പെടുത്തുന്നതിനുള്ള നല്ല മാതൃക തിരിച്ചറിയുക, അതോടൊപ്പം തന്നെ അതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉച്ചകോടിക്കാണ് ഇന്നിപ്പോൾ ദുബായ് തുടക്കമാകാൻ ഒരുങ്ങുന്നത്. ദുബായ് മദീനത്ത് ജുമൈറയിലാണ് ലോകം ഉറ്റുനോക്കുന്ന ഉച്ചകോടി നടക്കുക. ഉച്ചകോടിയുടെ 11ാമത് സീസണാണ് ഇന്ന് നടക്കുന്നത്. 3 ദിവസമാണ് പരിപാടി. ഇന്ന് മുതൽ ബുധനാഴ്ച വരെയാണ് പരിപാടി നടക്കുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദഗ്ധർ, അന്താരാഷ്ട്ര പ്രാദേശിക കൂട്ടായ്മകളുടെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ സർക്കാർ പ്രതിനിധികളടക്കം 4000-ഓളം ആളുകൾ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഈ 3 ദിവസങ്ങളിലുള്ളിൽ ദുബായിലെത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഇത്തവണത്തെ അതിഥി രാജ്യമാണെന്നതാണ്. ഇന്ത്യക്ക് പുറമെ ഖത്തർ, തുർക്കി എന്നീ 2 രാജ്യങ്ങളാണ് ഇത്തവണ അതിഥി രാജ്യങ്ങളായി പങ്കെടുക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉച്ചകോടിയുടെ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്കാണ് അദ്ദേഹത്തിന്റെ സെഷൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അന്നേ ദിവസം തന്നെ സിനിമാ താരം ഷാരൂഖ് ഖാനും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട്. രാവിലെ 10 മണിക്കായിരിക്കും ഷാരൂഖ് ഖാൻ സദസ്സുമായി സംബന്ധിക്കുക. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സിനിമാ താരം ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ സമ്മേളനത്തിലുണ്ട്. കൂടാതെ ഖത്തർ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുർക്കി പ്രസിഡന്റ് പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ രാജ്യങ്ങളിലെ ഉന്നതതല സംഘങ്ങളുമായിട്ടായിരിക്കും പരിപാടിയിൽ പങ്കെടുക്കാനെത്തുക. ഈ 3 അതിഥി രാജ്യങ്ങളും തങ്ങളുടെ വിജയകരമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ അനുഭവങ്ങളും ഉച്ചകോടിയിൽ പങ്കുവയ്ക്കും. വിവിധ മേഖലകളിലെ മാറ്റങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്ന 15 ഇന്റർനാഷണൽ ഫോറങ്ങളും ഈ ഉച്ചകോടിയിൽ അരങ്ങേറും. എന്തായാലും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും നേതാക്കളും ഉൾപ്പെടെ 200-ലധികം പ്രമുഖ പ്രഭാഷകരും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കുന്ന എക്സിക്യൂട്ടീവ് സെഷനുകൾ ഇത്തവണത്തെ ഉച്ചകോടിയുടെ പ്രത്യേകതയാണെന്ന് പറയുന്നത്. ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.